ഹായ് ഗായ്സ്, SR ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പോത്തിൻ്റെ പതപ്പാണ്. നമ്മളിന്ന് വറുത്തല്ല, ഒരു ഒലത്തി നമ്മളുണ്ടല്ലോ കുഴച്ചെടുക്കുന്നത്, അതുപോലെ ഇതാണ് പതപ്പ്. ഇത് നല്ലതാണ് നമുക്ക് ഷുഗറുകാർക്ക്. ഇത് ശരിക്കും ഒന്ന് നമുക്ക് പോയി നല്ലതായിട്ട് കഴുകിയെടുക്കാം. നല്ലതായിട്ട് കഴുകിയിട്ട് നമ്മൾ ഇപ്പം ഒരുമാതിരിയൊക്കെ കഴുകുന്നുള്ളൂ. എന്നാൽ ഇത് കുക്കറിൽ നമ്മൾ ഇട്ട് ശരിക്കും ഒന്ന് വാട്ടിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇത് തെന്നി അങ്ങ് പോകും. അത് കഴിഞ്ഞ് നല്ലതായിട്ട് കഴുകിയെടുക്കും. ഇത് തൽക്കാലം ഇപ്പോൾ 2 വട്ടം കഴുകിയെടുക്കുക. ഗ്യാസ് ഓണാക്കുവാണേ. നമ്മളൊന്ന് വാട്ടിയെടുക്കുക. ഇത് അരിഞ്ഞെടുക്കാൻ എളുപ്പത്തിന്. ഇത് ചൂടായിട്ടുണ്ട്. അതൊന്ന് ഈ ഇട്ട പതപ്പൊന്ന് കല്ലിക്കാൻ വേണ്ടി, എന്നാലും നമ്മുടെ കൈ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ തെന്നി പോകും. ഇത് ശരിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. നമ്മൾ മുമ്പ് എടുത്ത പതപ്പ് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് പീസാക്കാം. ഇതാണ് നമ്മൾ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് കണ്ടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വലിയ പാടത് കണ്ടിച്ചെടുക്കാം. നമ്മുടെ കൈ നിൽക്കത്തില്ല. മുമ്പ് നമ്മൾ ആ പതപ്പ് ചൂടാക്കി എടുത്തിട്ട് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ. ഇനി നമുക്കിത് ശരിക്കും ഒന്ന് കഴുകിയെടുക്കാം. ഇതൊരു 10 വട്ടം ഞാൻ കഴുകിയതാണ്. നല്ലതായിട്ട് കഴുകി വൃത്തിയായിട്ട് നമുക്കിനി ഇത് റെഡിയാക്കാം. ഗ്യാസ് ഓണാക്കി നമുക്കിത് വേവിക്കാം. ഇത് ചേരേണ്ട സാധനങ്ങൾ: സവാള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്നത്, 4-5 പച്ചമുളക് നടുവേ കീറിയത്, മീറ്റ് മസാല, ഇതിനകത്ത് ചേരേണ്ട ഗരം മസാലയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, കടുക്, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരിയുടെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിയാപ്പില, കായപ്പൊടി. നമുക്കിനി ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല വേവുണ്ടേ. വെള്ളം നല്ലതായിട്ട് വെന്ത് ഇത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാമേ. സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. സ്വല്പം ഉപ്പിട്ടായിരുന്നേ. ഇത് തിളച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് ഇത് നിറയെ വെള്ളമാകും. എന്നാൽ ഇത് മുഴുവൻ വെള്ളമാണ്. ഈ വെള്ളം പറ്റണം. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേകട്ടെ നല്ലതായിട്ട്. അടച്ചു വെക്കാം. നല്ല പതപ്പാന്ന് പറഞ്ഞാൽ നല്ല വേവുണ്ട്. വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ. നമുക്കിതൊന്ന് ഗ്യാസ് ഓണാക്കുവാണേ. ഇതൊന്ന് ചൂടാകട്ടെ പാത്രം നല്ലതായിട്ട് ഉരുളി എണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് ചൂടായിട്ട് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നേരത്തെ കഴുകി വെച്ച കരിയാപ്പിലയാണ്. ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചേക്കുവാണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുമാതിരി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞ് വെച്ചേക്കും. സവാള ഇട്ട് കൊടുക്കാം. സവാള 2 അരിഞ്ഞതാണ്. ഇത് സവാള ഇട്ട് കൊടുക്കുവാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് സവാള വഴന്ന് വരാൻ വേണ്ടി. സവാള നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മസാലക്കൂട്ടുകൾ ചേർക്കാം. ഇറച്ചി മസാലപ്പൊടിയാണ്. ഈ ഗ്യാസ് ഇച്ചിരി കുറച്ചിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല,
ഗ്യാസ് കൂട്ടിയിടുവാണ്. നമുക്കിതെല്ലാം ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ ഈ പൊടികളെല്ലാം ഇളക്കി നല്ലതായിട്ട് കൊടുക്കണം. കട്ടയൊന്നും കാണരുത്. ഇറച്ചി വെന്ത നമ്മുടെ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുവാണ്. വേറെ വെള്ളം ഒഴിക്കണ്ട. നേരത്തെ നമ്മൾ വെന്തമുണ്ടല്ലോ അത് ഇങ്ങോട്ട് ഒഴിച്ച് ആ ഇറച്ചി മാറ്റിയിട്ട് നമ്മളത് ആ വെള്ളത്തിൽ ഇത് പച്ചമണം മാറി നല്ലതായിട്ട് തിളച്ചിട്ട് ആ ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് തിളക്കട്ടെ. അടച്ചു വെക്കാം. ഇറച്ചി ഇട്ട് കൊടുക്കും. നല്ലതായിട്ട് ഈ അരപ്പ് പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇറച്ചി വെന്ത വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ ഗ്രേവി നല്ലതായിട്ട് വെന്തിട്ട് നമുക്ക് ഈ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി എന്ന് പറഞ്ഞാൽ പതപ്പാണ്. പതപ്പ് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഇരുന്ന് നല്ലതായിട്ടൊന്ന് മൂക്കണം. നമുക്കിത് അടച്ച് വെക്കാമേ. നമ്മൾ 10-25 മിനിറ്റോളം ഇത് വെന്തോ നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. നമുക്കിതിനകത്ത് വെച്ചിട്ട് ഇനി കായപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഒന്ന് അടച്ച് വെക്കാം. ഇതേ നല്ലതായിട്ട് നമുക്കത് വെന്തിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് പകർത്താം. നമ്മൾ 5-6 പച്ചമുളകും ഇതിൻ്റെ അകത്ത് വറുത്തിടാൻ തുടങ്ങുവാണ്. ഇച്ചിരി പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. പച്ചമുളക് 4 എണ്ണം കീറിയതുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതും കരിവേപ്പിലയും വറുത്തതാണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കി കഴിച്ച് നോക്കണം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം.